രാവിലെ ഈശ്വരനാമവും കേട്ടിട്ടേ സന്തോഷമായിട്ട് ഉണർന്നു. പിന്നെ നേരെ പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടി. ആകെ എനിക്ക് രാവിലെ ഉള്ള വ്യായാമം ഡാൻസ് മാത്രമാണ് കേട്ടോ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയണത് ഡാൻസ് തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ കുട്ടിക്കാലത്തെ ഒറ്റപ്പെടലിൽ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ളത് ഡാൻസ് തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലേ എൻ്റെ നൃത്തം എന്നുള്ള സ്വപ്നവും അവസാനിച്ചു എന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. തിരുവനന്തപുരത്ത് വന്ന സമയത്തായിരുന്നേ. അന്ന് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഒരു ഹോസ്റ്റലിലായിരുന്നു താമസം. ഒരു ദിവസം രാവിലെ ഞാനൊരു നല്ലൊരു സ്വപ്നം കണ്ടു. എന്താണെന്നറിയോ? ഒരു വേദിയിൽ ഞാൻ നൃത്തം ചെയ്യുന്നു, ഒരുപാട് പേര് കൈയടിക്കുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് പറയാണ് നൃത്തം നന്നായിന്ന്. അത് കണ്ട് ഞാൻ പെട്ടെന്ന് ഉണർന്നു. പിന്നെ ആ സ്വപ്നം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു. അവൻ പറഞ്ഞു, നിനക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. ഈ പത്മനാഭൻ്റെ മണ്ണിൽ വന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഭഗവാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പോയി ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് നല്ല ഗുരുവിനെ കിട്ടി. BA ചെയ്യാൻ പറ്റി, ഭരതനാട്യത്തിൽ MA ചെയ്യാൻ പറ്റി, ഒരുപാട് വേദികളിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റി, ജഡ്ജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് എന്താണോ നല്ലത് തന്നിട്ടുള്ളത് അതോർക്കണമല്ലേ ഏറ്റവും നല്ലത്. ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ളൊരു അനുഗ്രഹവും എനിക്കുണ്ടായി. ഇതിൽ നിന്നേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. നമ്മൾ തീവ്രമായിട്ട് മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊരു ദിവസം നമുക്ക് സാധ്യമാവും. അത് സത്യമുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അംബീഷൻ ഉണ്ടെങ്കിലേ തീവ്രമായിട്ടൊന്ന് ആഗ്രഹിക്കുന്നേ തീർച്ചയായിട്ടും ഒരു ദിവസം നടക്കും. പിന്നെ നമ്മുടെ കഥയൊക്കെ തീർന്നു കേട്ടോ. അടുത്ത ദിവസം അടുത്ത കഥയായിട്ട് വരാം. അപ്പോൾ ബൈ.